ഭാരതം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ത് സിദ്ധാന്തമാണ്? ത്രേത സിദ്ധാന്തമാണ്, പ്രേത സിദ്ധാന്തമല്ല. നമ്മളുടെ ആചാര്യന്മാർ, ഇപ്പോഴത്തെ ആചാര്യന്മാർ പ്രേത സിദ്ധാന്തത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ ഒരിക്കലും ആ കൂടെ പോകരുത്. നമ്മൾ ത്രേത സിദ്ധാന്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ത്രേത സിദ്ധാന്തം ആരുടേതാണ്? നമസ്കാരം. ഇപ്പോൾ പ്രാണമയ കോശം എന്ന് പറയുന്നത് ഇന്ദ്രഗുണമുള്ള വായുവിനാലാകുന്നു. വായുവിനാൽ പ്രാണവായുവിൻ്റെ മാജിക്കാണ്. പൂമുട്ട് പോലെയുള്ള ഓരോ സെല്ലുകളിലും ജീവൻ്റെ തെൻ നിറയ്ക്കുന്നത് പ്രാണവായുവാകുന്നു. ആ പ്രാണവായുവാണ് പ്രാണമയ കോശത്തെ നിർമ്മിക്കുന്നത്. നമ്മുടെ പ്രാണവായു ഏറ്റവും പരിശുദ്ധമായിരിക്കണം, ഏറ്റവും സുഗന്ധമുള്ളതായിരിക്കണം. ഈ ഹരിതലോകം, ഈ വൈഷ്ണവലോകം, ഈ വൈകുണ്ഠലോകം നമുക്ക് ചുറ്റും, ഈ സസ്യപ്രകൃതി നമുക്ക് ചുറ്റും തേൻ ചുരത്തിക്കൊണ്ട് സുഗന്ധം നിറയ്ക്കുമ്പോൾ ആ വസന്തത്തിൻ്റെ സുഗന്ധമുള്ള വായുവാണ് നമ്മൾ ശ്വസിക്കേണ്ടത്. അതാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണം. ഇന്ന് നമ്മളുടെ അന്തരീക്ഷം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ശ്വസിക്കേണ്ടത് എങ്ങനെയുള്ള വായുവാണ്? ശരീരത്തിൽ പഞ്ചപ്രാണനെ നിലനിർത്തുവാനായിട്ട്, പ്രാണമയ കോശത്തിൽ നിർമ്മിക്കുവാനായിട്ട് നമ്മൾ എങ്ങനെയുള്ള വായുവാണ് ശ്വസിക്കേണ്ടത്? അല്ല, ഇന്ദ്രഗുണമുള്ള വായുവാണ് നമ്മൾ ശ്വസിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ഹോമാദികൾ നടത്തുന്നത്. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. അന്തരീക്ഷ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഹോമങ്ങൾ. ആ ഹോമം നടക്കുന്ന ഇടത്ത് ആ വായുമണ്ഡലം മാത്രമാണ് നവമാക്കപ്പെടുന്നത്. നമ്മളുടെ ശരീരത്തിനും കൂടി ആ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക്, ആ ഹോമം നടക്കുന്ന പരിശോഭിതമായിരിക്കുന്ന വായുമണ്ഡലം നിറഞ്ഞിരിക്കുന്ന ആ ഭൂതലത്തിലേക്ക് നമ്മളും കൂടി എത്തണം. അല്ലാതെ നമുക്കതിൻ്റെ ഗുണം കിട്ടുമോ? നമ്മളുടെ ശരീരത്തിന് അതിൻ്റെ ഗുണം കിട്ടുമോ? ഇല്ല. മറ്റുള്ളവർക്കത് കിട്ടും. അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുമെങ്കിൽ അത് തന്നെ വലിയ കാര്യം. ആ വഴിപാടുകളാണ്, ആ ഓഫറുകളാണ് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലും നടക്കുന്ന കാര്യം. ഏതൊരു സൽക്കർമ്മം നടക്കുമ്പോഴും അതിനു മുമ്പ് നമ്മൾ ഹോമങ്ങൾ നടത്തുന്നത് ആ വായുമണ്ഡലത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് പഞ്ചഭൂത ശുദ്ധിക്ക് വേണ്ടിയിട്ട് ആ പ്രതലത്തെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. ആ വായുമണ്ഡലത്തെ നവമാക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ പഞ്ചപ്രാണനുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന സജീവമാകുന്ന ആ ശരീരത്തിലെ പഞ്ചകോശങ്ങളിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന പ്രാണമയ കോശത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളെയും പൂ പോലെ തെന്നിറച്ച് ജീവസുള്ളതാക്കുന്നത് ആരാണ്? പ്രാണമയ കോശമാണ്. പ്രാണവായുവിൻ്റെ പാലാഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പാലാഴിയെ തീർക്കുന്നത് ആരാണ്? അത് മഹാവൈഷ്ണവ ശക്തിയാണ്. ഈ ഹരിതലോകമാണ് ആ പ്രാണവായുവിനെ, ഈ പാലാഴിയെ നമുക്ക് സമ്മാനിക്കുന്നത്. ആ ഹരിതലോകമാണ് നമ്മൾക്ക് ഓക്സിജനെ, ഈ പ്രാണവായുവിനെ സമ്മാനിക്കുന്നത്. അപ്പോൾ ഹൃദയേശൻ എന്ന് പറയുന്നത് ആരാണ്? വിഷ്ണുവാണ്. ആ ഹൃദയം തുടിക്കുന്നതിന് കാരണം ആരാണ്? ഈ വിഷ്ണുവാണ്. ഈ വൈകുണ്ഠലോകമാണ്, ഈ ഹരിതലോകമാണ്. ഇപ്പം നമ്മൾ അന്നമയ കഴിഞ്ഞു, പ്രാണമയ കഴിഞ്ഞു, മനോമയ. അന്നമയം എങ്ങനെയുള്ളതായിരിക്കണം? ഏറ്റവും നല്ല നവമായിരിക്കുന്ന ധാന്യങ്ങളിലൂടെ വേണം നമ്മളുടെ ശരീരത്തെ നവമാക്കുവാനായിട്ട്. നവധാന്യങ്ങളുടെ പ്രാധാന്യം അവിടെയാണ്. നമ്മളുടെ ശരീരത്തെ നവമാക്കുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഔഷധമാണ് നവധാന്യങ്ങൾ. വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടല്ല, ശവങ്ങൾ കഴിച്ചുകൊണ്ടല്ല നമ്മളുടെ സെല്ലുകളെ നമ്മൾ നിർമ്മിക്കേണ്ടത്. ആരോഗ്യമുള്ള ജീവിതത്തിന് നല്ല സെല്ലുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം നല്ല ഭക്ഷണം കഴിക്കുക. അന്നമയ കോശത്തിന് കാരണം നല്ല ഭക്ഷണമാകുന്നു. പ്രാണമയ കോശത്തിന് കാരണം നല്ല ജലമാകുന്നു. പ്രാണമയ കോശം ജലത്താലാകുന്നു, പ്രാണൻ ജലമാകുന്നു. ആ പ്രാണമയ കോശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്നാൽ മദ്യമല്ല നമ്മൾ സേവിക്കേണ്ടത്. പാലിൻ്റെ ഗുണമുള്ള തേൻ സമാനമായിട്ടുള്ള പച്ചവെള്ളമാണ് നമ്മൾ സേവിക്കേണ്ടത്. പരിശുദ്ധമായിരിക്കുന്ന തേൻ സമാനമായിരിക്കുന്ന തീർത്ഥത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. മനോമയ കോശം ജീവാത്മാവിനാലാകുന്നു. ജീവാത്മാവാരാണ്? പ്രാണവായുവിനാൽ സഞ്ചരിക്കപ്പെടുന്ന മനനശക്തിയുള്ള ഈ കോശം, മനോമയ കോശത്തിന് കാരണം ജീവാത്മശക്തിയാകും. ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്ലാന്റാണ്. ഈ ഹരിതലോകത്തിൻ്റെ ഹരിതോർജ്ജമാണ് ജീവാത്മശക്തി. ജീവൻ ആത്മാവേകുന്ന ശക്തി ആരാണ്? ഈ സസ്യലോകത്തിൻ്റെതാണ്. ശിവത്വമുള്ളതാണ് നമ്മളുടെ ശരീരം. ആ ശരീരത്തിലിരിക്കുന്ന നമ്മളുടെ ജീവാത്മശക്തി എന്ന് പറയുന്നത് നമ്മളുടെ മനോമയ കോശമാണ്. നമ്മളുടെ മനോമയ കോശം സൃഷ്ടിക്കുന്ന ആ ജീവാത്മശക്തി ഹരിതലോകത്തിൻ്റെ സമ്മാനമാണ്. ജീവാത്മശക്തി ഹരിതശക്തിയാണ്, വൈഷ്ണവ ശക്തിയാണ്, വൃക്ഷലോക ശക്തിയുടെ വൈഭവമാണ്. ജീവാത്മശക്തിയിൽ നിന്നിട്ടാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത്, ജന്തുലോകം ജനിക്കുന്നത്, തലകളുള്ള ലോകം ജനിക്കുന്നത്, ചിന്തിക്കുന്ന വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളെല്ലാമുള്ള പരമാത്മ ചൈതന്യമുള്ള ആ ജീവലോകം ജനിക്കുന്നതിന് കാരണം ജീവാത്മശക്തിയാകുന്നു. ജീവാത്മശക്തി സസ്യലോകമാകുന്നു. ഇതാണ് നമ്മൾ തെറ്റിപ്പോകാതെ ഓർത്തിരിക്കേണ്ടത്. ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ സസ്യലോകമാണ്, ഹരിതോർജ്ജമാണ് ജീവാത്മശക്തി.
ആ ജീവാത്മശക്തിയുടെ അസ്തിത്വത്തിലാണ് ജന്തുലോകം ജനിക്കുന്നത്, പരമാത്മ ചൈതന്യമായിരിക്കുന്ന നമ്മൾ ജനിക്കുന്നത്. ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ ആ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അന്നമയ, പ്രാണമയ, മനോമയ. അന്നമയ പ്രാണമയ ചേരുമ്പോൾ ശരീരമാകുന്നു. മനോമയ കോശം ഏകഭൂതമായിരിക്കുന്ന വായുവിനാലായിരിക്കുന്നു, ജൈവകണത്താലാകുന്നു. അത് അദൃശ്യത്തോട് സദൃശ്യമാണ്, കാണുവാൻ പറ്റുന്നതല്ല. പക്ഷേ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മളുടെ മനസ്സ് പോലെ. മനസ്സിനെ കാണുവാൻ പറ്റുമോ? മനസ്സിനെ കാണാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് അത് മനോമയ കോശത്തിന് കാരണമായിരിക്കുന്ന വായുവിൻ്റെ വൈഭവത്താലാകുന്നു. മനസ്സിനെ നമുക്ക് കാണുവാനോ വായിച്ചെടുക്കുവാനോ ഒന്നും പറ്റാത്തത് അതുകൊണ്ടാണ്. ഏകഭൂതമായിരിക്കുന്ന വായുവിനെ പോലെയാണ്. അതുകൊണ്ടാണ് മനസ്സിന് നമുക്ക് ഏകാന്തത അനുഭവപ്പെടുന്നതിന് കാരണം വായുവാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അന്നമയ, പ്രാണമയ, മനോമയ കഴിഞ്ഞു. ഇനി വിജ്ഞാനമയ, ആനന്ദമയ. വിജ്ഞാനമയമായിരിക്കുന്ന ശരീരം. എന്താണ് വിജ്ഞാനമയമായിരിക്കുന്ന ശരീരം എന്നറിയണമെങ്കിൽ പഞ്ചഭൂതങ്ങളിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകണം. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം. അഗ്നിയാണ് വിജ്ഞാനമയത്തിന് കാരണം. അറിവിന് കാരണം പ്രകാശമാകുന്നു. പ്രകാശത്തിൻ്റെ സഞ്ചാര ഗുണമാണ് നമ്മളുടെ അറിവിൻ്റെ വിശാലതയ്ക്ക് കാരണം. നമ്മളെ അറിവ് സ്വീകരിക്കുന്നതിന് കാരണം അഗ്നിയുടെ ഗുണമാണ്. കേശികത്വ സ്വഭാവമാണ് അഗ്നിക്ക്. ആ പ്രകാശത്തിൻ്റെ ഗുണമാണ്, അഗ്നിയുടെ താപഗുണമാണ് നമ്മളുടെ ശരീരത്തെ നിലനിർത്തുന്നത്. പഞ്ചകോശങ്ങളായിരിക്കുന്ന നമ്മളുടെ ശരീരം ആർജിക്കുന്ന ആ സൂര്യൻ്റെ, ആ അഗ്നിയുടെ താപ ഗുണമാണ്, സൗരോർജ ഗുണമാണ് വിജ്ഞാനമയ കോശത്തിന് കാരണം. ശൈത്യത്തിൻ്റെ പിടിയിൽ അമർന്നു പോകാതെ നമ്മളുടെ ശരീരത്തെ താപാവസ്ഥയിൽ നിയന്ത്രിക്കുന്ന ഗുണം ആ സൗരോർജത്തിൻ്റെ ഗുണമാണ്. ആ സൗരോർജത്തിൻ്റെ അഗ്നിയുടെ വൈഭവത്താലാണ് എന്ത്? വിജ്ഞാനമയ കോശം. അക്ഷരം എന്താണ്? അഗ്നിയാണ്, അല്ലേ? അറിവിനെ നമുക്ക് നേടിത്തരുന്നതിൽ രണ്ടാം സ്ഥാനക്കാരൻ ആരാണ്? നമ്മളുടെ നേത്രങ്ങളാണ്. അക്ഷിയാണ് അറിവിൻ്റെ സാക്ഷിയാക്കുന്നത്. ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് അക്ഷരങ്ങളെ ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്ഷരം എന്ന് പറയുന്നത് അഗ്നിയാണ്. നമ്മുടെ ഓർമ്മകളെ ലൈറ്റ് ചെയ്യുന്നത് ലൈറ്റാണ്, ഡിലൈറ്റ് ചെയ്യുന്നത് നൈറ്റാണ്. അപ്പോൾ നമ്മളുടെ പഞ്ചകോശങ്ങളിൽ വിജ്ഞാനമയമായ കോശം അഗ്നിയാലാക്കുന്നു. ആനന്ദത്തിന് കാരണം ആരാണ്? ആനന്ദമയമായ കോശം. ആനന്ദമയമായ കോശത്തിന് കാരണം എന്താണ്? ഈ സ്പേസാണ്, ആകാശമാണ്, ഈ ഡാർക്ക് എനർജിയാണ്. നമ്മളുടെ ആകാരത്തിന് കാരണമായിരിക്കുന്ന വൈഭവം ഈ ആകാശമാകുന്നു, സ്പേസ് ആകുന്നു. നമ്മളുടെ അറിവിനെ നിറയ്ക്കുന്നത്, നമ്മളുടെ ഓർമ്മകളെ നിറയ്ക്കുന്നത് LIGHT ലൈറ്റാണ്. നമ്മളുടെ ഓർമ്മകളെ മറയ്ക്കുന്നത് NIGHT നൈറ്റാണ്. ഇപ്പം നമ്മൾ ആനന്ദം അനുഭവിക്കുന്നതിന് കാരണം മറവിക്കും അതിനകത്ത് വലിയൊരു പങ്കുണ്ട്. നമുക്ക് നമ്മളുടെയും ഈ ലോകത്തിൻ്റെയും ദുഃഖങ്ങളെയും ദുരന്തങ്ങളെയും ഒന്നും നമ്മളുടെ അറിവ് കൊണ്ട്, ലൈറ്റ് കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിലോ, ആ മറവിയില്ലെങ്കിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുകയില്ല. നമ്മളുടെ ആകാരത്തിന്, നമ്മളുടെ സ്പേസിന് കാരണമായിരിക്കുന്നത് ആനന്ദമയ കോശങ്ങളാണ്. അത് എന്തിൻ്റെ വൈഭവമാകുന്നു? ഈ ആകാശത്തിൻ്റെ, ഈ സ്പേസിൻ്റെ വൈഭവമാകുന്നു. അപ്പോൾ ഈ സ്പേസ് ശൂന്യമാണ്, അങ്ങനെയൊന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആകാശം ശൂന്യമാണെന്ന് പറയുന്നവൻ്റെ മനസ്സാണ് ശൂന്യമായിരിക്കുന്നത്. അറിവ് നിറയുമ്പോൾ ആകാശം ശൂന്യമല്ല, ആകാശത്തിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഒന്നും മറഞ്ഞിരിക്കുകയല്ല, എല്ലാം ആകാശത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാമാണ് നിറഞ്ഞിരിക്കുന്നത്? മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ഗുണവും നക്ഷത്രങ്ങളുടെ ഗുണങ്ങളും ഗ്രഹങ്ങളുടെ ഗുണങ്ങളും എല്ലാം നമ്മളിലേക്ക് എത്തുന്നത് ആകാശത്തിലൂടെയാണ്. ഈ ഗുണങ്ങളെ എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് ആകാശം, ഒന്നും മറഞ്ഞിരിക്കുന്നതല്ല. മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? നമ്മളുടെ അജ്ഞതയാണ്, അന്ധതയാണ്. ആ അന്ധതയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതത്തിൻ്റെ വേദതലം പറയുന്നത് പഞ്ചകോശങ്ങളാലാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പഞ്ചപ്രാണനാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പരമാണുവായിരിക്കുന്ന നമ്മളുടെ ജീവൻ്റെ പ്രയാണത്തിന് കാരണം പഞ്ചപ്രാണനാണ് എന്നൊക്കെ വേദം പറഞ്ഞു വെച്ചിരിക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഇത്തരം കാരണ സൂക്ഷ്മ സ്ഥൂല കണങ്ങളുടെ ചരിതമാണ് ഭാരതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഭാരതീയരുടെ പരമാനന്ദത്തിന്, വളരെ വലിയ മഹാസന്തോഷത്തിന് കാരണമായിരിക്കുന്ന വസ്തുത. മറ്റൊരു രാജ്യങ്ങളിലും അനുഭവിക്കാത്ത ആത്മീയതലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത്തരം പ്രേത സിദ്ധാന്തങ്ങളാണ്. അല്ലാതെ പ്രേത സിദ്ധാന്തമല്ല ഭാരതം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഭാരതം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ത് സിദ്ധാന്തമാണ്? പ്രേത സിദ്ധാന്തമാണ്, പ്രേത സിദ്ധാന്തമല്ല. നമ്മളുടെ ആചാര്യന്മാർ, ഇപ്പോഴത്തെ ആചാര്യന്മാർ പ്രേത സിദ്ധാന്തത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ ഒരിക്കലും ആ കൂടെ പോകരുത്. നമ്മൾ പ്രേത സിദ്ധാന്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. പ്രേത സിദ്ധാന്തം ആരുടേതാണ്?